ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഈ 3 കാലഘട്ടത്തിലെ കുറച്ച് സൈറ്റ്സിനെ പറ്റിയാണ്. അപ്പോൾ ഈ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ഏജിൻ്റെ ഒരു 3 കാലഘട്ടങ്ങളാണ് ഈ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്. ഈ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രീ ഹിസ്റ്ററി ടൈമിലുള്ള സമയമാണ്. അതായത് ഈ റിട്ടൺ എവിഡൻസ് ഒന്നും അധികം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സംഗതികളാണ് ഈ സ്റ്റോൺ ഏജ്. അപ്പോൾ അതിലത്തെ ജസ്റ്റ് കുറച്ച് സൈറ്റ്സിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. കാരണം കൂടുതലും സൈറ്റ്സിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ പാലിയോലിത്തിക് ഏത് പീരീഡിലായിരുന്നു, അതിൻ്റെ വർഷം ഏതാണെന്നുള്ളതൊന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ല. അതുപോലെ മെസോലിത്തിക് എന്നാണെന്നൊന്നും പറഞ്ഞ് അധികം കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് സൈറ്റ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചു. ഈ ലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LITHIC, അതായത് ലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ എന്നാണ് അർത്ഥം. അപ്പോൾ പാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ ഏർലി സ്റ്റോൺ ഏജ്, നിയോലിത്തിക് എന്ന് പറഞ്ഞാൽ ന്യൂ സ്റ്റോൺ ഏജ്. രണ്ടിൻ്റെയും ഇടയിൽ വരുന്നതാണ് മെസോലിത്തിക്. അപ്പം ഏർലി സ്റ്റോൺ ഏജിൽ ഈ മനുഷ്യരെന്ന് ഗുഹയിലൊക്കെ താമസിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അവർ കിട്ടുന്ന എന്തെങ്കിലും കല്ലൊക്കെ എടുത്തൊരു ആയുധമാക്കി മാറ്റി, വേണമെങ്കിൽ കല്ലൊക്കെ ഇത്തിരി തേച്ച് മിനുക്കി ഒരു ആയുധമൊക്കെ ആക്കി വെക്കുന്ന ഒരു പരിപാടി. പിന്നെ അത് വെച്ച് വേറെ എന്തെങ്കിലും സംഗതികളൊക്കെ ഉണ്ടാക്കുന്നു. ആയുധം മാത്രമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് മെസോലിത്തിലേക്കും നിയോലിത്തിക്കിലേക്കും എത്തുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ടൂൾസ് അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ സ്റ്റോൺ വെച്ച് തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാക്കുന്നു. അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയാം. പിന്നെ അതിൻ്റെ വേറെ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും അധികം കടക്കുന്നില്ല. അപ്പോൾ ഈ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലുള്ള ഈ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ കാരണം മെയിനായിട്ട് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. ഇത് സ്ഥാപിച്ചത് 1861 1861 ആ ടൈമിൽ അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ് ഈ ഒരു ഫസ്റ്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ഡയറക്ടറായിട്ട് വന്നത്. അന്നാണ് ഇത് സ്ഥാപിച്ചത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞ് 1861 തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് റോബർട്ട് ബ്രൂസ് ഫൂട്ട് എന്ന് പറഞ്ഞ ഒരാളാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു എക്സ്കവേഷൻ നടത്തി ഒരു പല്ലാവാരം ഹാൻഡ് ആക്സ് എന്ന് പറഞ്ഞൊരു ടൂള് കണ്ടെത്തിയത്. അപ്പോൾ അതാണ് പ്രോബബ്ലി ദ ഫസ്റ്റ് ആദ്യമായിട്ടൊരു പ്രീ ഹിസ്റ്ററി സംഗതി ഇന്ത്യയിൽ കണ്ടുപിടിക്കുന്നത് ഈ റോബർട്ട് ബ്രൂസ് ഫൂട്ട് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അന്ന് തൊട്ട് പിന്നെ കുറേ നാളത്തേക്ക് ഇങ്ങനെ പലയിടത്തും ഇതുപോലെയുള്ള ആർക്കിയോളജിക്കൽ സർവേ ഇങ്ങനെ നടത്തി കഴിഞ്ഞുപോയ പല കാലഘട്ടങ്ങളെ പറ്റിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പാലിയോലിത്തിക് പീരീഡിലെ കുറേ സൈറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ നിയോലിത്തിക്, മെസോലിത്തിക്കിലുണ്ട്. ഈ നർമ്മദ മാൻ എന്ന് പറഞ്ഞൊരു ഫോസിൽ കണ്ടുപിടിച്ചു. അതാണ് ഇറ്റ് വാസ് ദ ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് ഹോമോ സ്പീഷീസ് ഇൻ ഇന്ത്യ. അതായത് ഹോമോ സാപ്പിയൻ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതോ ഒരു മനുഷ്യൻ്റെ പരിണാമത്തിൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഒരു നർമ്മദ മാൻ എന്നറിയപ്പെടുന്ന ഒരു ഫോസിലാണ് ഫസ്റ്റ് എവിഡൻസ് ഓഫ് ഹോമോ സ്പീഷീസ് ഇൻ ഇന്ത്യ. ഇത് ഹോമോ സാപ്പിയൻസ് അല്ല, ഹോമോ ഇറക്റ്റസ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് കുരങ്ങൻ പണ്ട് 4 കാലിൽ നടക്കുന്ന കുരങ്ങന്മാരിൽ നിന്ന് പിന്നെ പതുക്കെ 2 കാലിലേക്ക് ആവുന്ന ഒരു ടൈമിൽ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സ്പീഷിയാണ് ഹോമോ ഇറക്റ്റസ്. അപ്പോൾ അതിൻ്റെ ഒരു എവിഡൻസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചപ്പോൾ അതിന് നർമ്മദ മാൻ എന്ന് പേരിട്ടു. ഇറ്റ് വാസ് ഫൗണ്ട് നിയർ നർമ്മദ റിവർ. 1982 ഇത് കണ്ടുപിടിച്ചത്. മധ്യപ്രദേശിലെ ഹത്തനോര വില്ലേജിലെ നർമ്മദ നദിക്കടുത്താണ് കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചത് അരുൺ സോനാക്കിയ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു കണ്ടുപിടിച്ചത്. അപ്പോൾ ഏർലിയസ്റ്റ് ഏറ്റവും പഴയ ഒരു മനുഷ്യൻ്റെ ഒരു എവിഡൻസ് കണ്ടത് ഈ നർമ്മദ മാൻ എന്നുള്ള ഫോസിലാണ്. പിന്നെ പാലിയോലിത്തിക് സൈറ്റ്സ് പറയുകയാണെങ്കിൽ മധ്യപ്രദേശിലെ ഭീംബേട്ക കേവ്സ്, ഇത് കുറേയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കാരണം ഭീംബേട്ക കേവ്സിൽ പാലിയോലിത്തിക് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വന്ന കുറേ കാലഘട്ടത്തിലെയും കുറേ എവിഡൻസ് അതിനകത്ത് കാണാനുണ്ട്. കുറേ കേവ് പെയിൻറ്റിങ്സ്, കുറേ
സ്റ്റോൺ ഇംപ്ലിമെൻറ്റ്സ്, അങ്ങനെ എന്തൊക്കെയോ കുറേ സംഗതികൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റോൺ ടൂൾസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നത് 1957 VS വക്കൻകാർ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ ഒരു പാലിയോലിത്തിക് സൈറ്റ് ഉണ്ട്. അതിൽ ട്രേസസ് ഓഫ് ആഷ്, അതായത് ആഷിൻ്റെ കുറച്ച് അംശങ്ങൾ അവിടെ കണ്ടുപിടിച്ചു. അതായത് അവിടെ മനുഷ്യരപ്പോൾ തീ ഉപയോഗിച്ചിരുന്നു, ഫയർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത് തന്നെ. പിന്നെ കർണാടകയിലെ ഹുൻസ്ഗി അതൊരു ഏർലി പാലിയോലിത്തിക് സൈറ്റ്. ഈ പാലിയോലിത്തിക് തന്നെ ഏർലി പാലിയോലിത്തിക്, ലേറ്റർ പാലിയോലിത്തിക്, അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കിടക്കുന്നില്ല. ഈ ഹുൻസ്ഗി കർണാടകയിൽ കണ്ടുപിടിച്ചത് ഒരു റെസിഡൻസ് കം ഫാക്ടറി സൈറ്റ്. അവിടെ ആൾക്കാർ താമസിക്കുന്നു, അതിൻ്റെ ഒപ്പം അവർ എന്തോ ചെറിയ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫാക്ടറി പോലെ ഒന്നുമല്ല, അല്ലാണ്ട് എന്തോ ചെറിയ സംഗതി, ചെറിയ സെറ്റപ്പ് നടത്തിയിരുന്നു എന്ന് പറയുന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ പറഞ്ഞ മധ്യപ്രദേശിൽ തന്നെ നർമ്മദ റിവർ വാലി, ഈ നർമ്മദ മാൻ കണ്ടുപിടിച്ച സ്ഥലം. പിന്നെ കണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബേലൻ വാലി. അവിടെയാണ് ആദ്യമായിട്ട് റൈസ് കൾട്ടിവേഷൻ അതിൻ്റെ എവിഡൻസ് കണ്ടത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ റൈസ് കൾട്ടിവേഷൻ നടത്തിയിരുന്നു എന്ന് ആദ്യമായിട്ട് ഏറ്റവും വളരെ പണ്ട് തൊട്ട് അവിടെ റൈസ് കൾട്ടിവേഷൻ നടത്തിയിരുന്നു എന്നുള്ള എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ പോട്ടറി, ടൂൾസ് മെയ്ഡ് ഓഫ് ക്വാഡ്സ്, ബസാൾട്ട്, ചേർട്സ്, അങ്ങനത്തെ കുറേ മെറ്റൽ വെച്ച് ടൂൾസ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ എവിഡൻസ് അവിടെയുണ്ട്. പിന്നെ ഡിയർ ആൻഡ് കാറ്റിൽ, അതിൻ്റെ എവിഡൻസ് ഉണ്ട്. പിന്നെ രാജസ്ഥാനിലെ 2 സ്ഥലം, ലൂണി, ഡിഡ്വാന. ഇതൊക്കെ ജസ്റ്റ് പേര് പഠിച്ച് പോയാൽ മതി. കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അവിടെ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ നോക്കുന്നുള്ളൂ. കൂടുതലും ചോദ്യങ്ങൾ ഈ പറഞ്ഞ ബേലൻ വാലി, ഭിംബേട്ക, ഇതിൽ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ തന്നെ. പിന്നെ സോൻ റിവർ വാലി പഞ്ചാബ് പാകിസ്ഥാൻ, തുംഗഭദ്ര റിവർ വാലി കർണാടക, പോർട്ടുവർ പ്ലാറ്റോ പാകിസ്ഥാൻ, വെസ്റ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, സംഗു കേവ്സ് ഫർദർ വെസ്റ്റ് ഓഫ് പോർട്ടുവർ പ്ലാറ്റോ. ഇതൊക്കെ ഒരു മാപ്പ് എടുത്ത്, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പായാലും കുഴപ്പമില്ല, അതിലെടുത്ത് നോക്കിയാലും മതിയും. ഗൂഗിൾ മാപ്പിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലം നമുക്കറിയാൻ പറ്റും. ഓരോന്നും നമ്മൾ പേരൊന്നെടുത്ത് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മൈൻഡിൽ നിൽക്കാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ അടുത്തത് മെസോലിത്തിക് മെസോലിത്തിക്കിൻ്റെ സൈറ്റ് ലംഘ്നാജ്, മെഹസാന ഡിസ്ട്രിക്റ്റ് ഓഫ് ഗുജറാത്തിലെ മെഹസാന ഡിസ്ട്രിക്റ്റിലെ ലംഘ്നാജ്. അവിടെ ബറിയൽ ഗ്രൗണ്ട്, ആൾക്കാരെ കുഴിച്ചിടുന്ന ബറിയൽ ഗ്രൗണ്ട് കണ്ടുപിടിച്ചു. 14 ഹ്യൂമൻ സ്കെലിറ്റൻസ് ആൻഡ് ബോൺസ് ഓഫ് ആനിമൽസ്, അത് രണ്ടും കണ്ടുപിടിച്ചു. പിന്നെ യുപിയിലെ സരൈ നഹർ റായ്, അവിടെ മൈക്രോലിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ സ്റ്റോണിൻ്റെ ഉപകരണങ്ങൾ അത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ സരായ് നഹർ റായിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹോൺ മെയ്ഡ് ഇംപ്ലിമെൻറ്റ്സ്, ഈ ജീവികളുടെ ഹോൺ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഇംപ്ലിമെൻറ്റ്സ്, 14 ബറിയൽ സ്ഥലങ്ങൾ, പിന്നെ ഫയർ പിറ്റ്സ്. പിന്നെ യുപിയിൽ മഹാദഹ, അവിടെയും ബറിയൽ ഗ്രൗണ്ട്, ഡ്വെല്ലിംഗ് പ്ലേസ്, ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, ഫയർ പിറ്റ്സ്, ബോൺസ് ഓഫ് ബാരസിംഹ, ഡിയേഴ്സ്, ബഫല്ലോ, എലിഫൻറ്റ്, റൈനോസറസ്, പിഗ്, ഇങ്ങനത്തെ കുറേ സംഗതികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ രാജസ്ഥാനിലെ ബാഗോർ, അവിടെയും മൈക്രോലിത്ത് ഇൻഡസ്ട്രി അറ്റ് ബാഗോർ, ചെറിയ സ്റ്റോൺ ഉണ്ടാക്കുന്ന പരിപാടി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ മധ്യപ്രദേശിലെ ആഡംഗർഗിൽ, ബഗോറിലും ആഡംഗർഗിലും 2 സ്ഥലത്തും അനിമൽ ഡൊമസ്റ്റിക്കേഷൻ നടത്തിയിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെസോലിത്തിക് പീരീഡിൽ എത്തുമ്പോഴാണ് അനിമൽ ഡൊമസ്റ്റിക്കേഷൻ നടക്കുന്നത്. അതിനു മുമ്പ് പാലിയോലിത്തിക് പീരീഡിൽ അനിമൽ ഡൊമസ്റ്റിക്കേഷൻ ഉണ്ടായിരുന്നില്ല, ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് എന്നുള്ള പരിപാടി മാത്രമായിരുന്നു. മെസോലിത്തിക്കിലേക്ക് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ അനിമൽ ഡൊമസ്റ്റിക്കേഷൻ നടക്കുന്നത്. പിന്നെ ഒരു മെസോലിത്തിക് പീരീഡിൽ നമ്മുടെ കേരളത്തിൽ പറയാവുന്നത് എഴുത്ത് ഗുഹ, കേരള, ഇടുക്കി. അവിടെ ഇതുപോലൊരു മെസോലിത്തിക് സൈറ്റ് ഉണ്ട്. പിന്നെ നിയോലിത്തിക് സൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഉത്തർപ്രദേശിലെ ബേലൻ വാലി, അവിടെ കോൾഡിഹാവ ആൻഡ് മഹാഗര വേർ ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ വാസ് ഫൗണ്ട്. അത് നേരത്തെയും അത് പറഞ്ഞിട്ടുണ്ട്, പാലിയോലിത്തിക് സൈറ്റുമായിട്ടും അത് പറയുന്നുണ്ട്. അവിടെ ഈ കോൾഡിഹാവ ആൻഡ് മഹാഗര, ഈ 2 സ്ഥലത്താണ് ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്.
റൈസ് കൾട്ടിവേഷൻ നടത്തി എന്നുള്ളതിൻ്റെ ഏർലിയസ്റ്റ് എവിഡൻസ് കിട്ടുന്നത് അവിടെ നിന്നാണ്. അവിടെയുള്ള ഹട്ടുകൾ, അതായത് അവിടെയുള്ള താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം സർക്കുലർ ആയിട്ടുള്ള ഹട്ട്സ് ആയിരുന്നു ഉള്ളത്. പിന്നെ പയ്യമ്പള്ളി തമിഴ്നാടു, പിന്നെ പാകിസ്ഥാനിലെ ബോലൻ ഡിസ്ട്രിക്റ്റിലെ മെഹർഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏർലിയസ്റ്റ് എവിഡൻസ് ഓഫ് വീറ്റ് ആൻഡ് ബാർലി കൾട്ടിവേഷൻ. വീറ്റ് ആൻഡ് ബാർലി ആയിരുന്നു അവിടെ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. മെഹർഗഡ്, ബലോചിസ്ഥാൻ, പാകിസ്ഥാനിലെ അവിടെ. അപ്പോൾ വീറ്റ് ആൻഡ് ബാർലി കൾട്ടിവേഷൻ നോക്കുമ്പോൾ മെഹർഗഡ്, റൈസ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ബേലൻ വാലി, കോൾഡിഹാവ ആൻഡ് മഹാഗര. പിന്നെ ഈ സൺ ഡ്രൈഡ് ബ്രിക്സ് ഉപയോഗിച്ച് വെയിലത്ത് ഉണക്കിയെടുക്കുന്ന ബ്രിക്ക്, കട്ട വെച്ച് ഉണ്ടാക്കിയേക്കുന്ന വീടുകൾ. പിന്നെ അവിടെ ഷീപ്പ് ആൻഡ് ഗോഡ്സ്, അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതിൻ്റെ എവിഡൻസ് ഉണ്ട്. പിന്നെ അന്ന് കാലത്ത് ഡെഡ് പേഴ്സൺ വാസ് ബെറീഡ് അലോങ് വിത്ത് ഗോട്ട്. അതായത് ആൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്താ പറയുക, മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന പരിപാടി, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നു എന്നിവർ സങ്കല്പിച്ച്, അപ്പോൾ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ കൂടെ ഒരു ആടിനെയും കൂടെ അങ്ങോട്ട് ഇടുന്നത്. പിന്നെ ശ്രീനഗറിലെ ബുർസോ ഹോം എന്ന് പറഞ്ഞ സ്ഥലത്ത് പിറ്റ് ഡ്വെല്ലിങ്സ് ഉണ്ട്. അതായത് ചില സ്ഥലത്ത് ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു, പക്ഷേ ഇവിടെ പിറ്റ് ഡ്വെല്ലിങ്സ് എന്ന് പറയും. അതായത് ഭൂമിയിൽ നമ്മളിങ്ങനെ ഒരു കുഴി കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് താമസിക്കുന്ന പരിപാടിയായിരുന്നു പിറ്റ് ഡ്വെല്ലിങ്സ്. ഈ പിറ്റ് ഡ്വെല്ലിങ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ അതവിടെ ഡോഗ് ബെറീഡ് അലോങ് വിത്ത് മാൻ, അതിപ്പോൾ ആൾ മരിക്കുമ്പോൾ അയാളുടെ പട്ടിയും കൂടെ അതിൻ്റെ ഒപ്പം ഇട്ട് കുഴിച്ചു മൂടുന്നൊരു പരിപാടി. അപ്പോൾ ആദ്യമായിട്ട് മനുഷ്യർ മെരുക്കിയെടുത്തൊരു ജീവി എന്ന് പറയുന്നത് ഈ പട്ടി തന്നെയാണ്. പിന്നെയും ഇതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഗുഫ്ക്രൽ എന്ന് പറഞ്ഞ സ്ഥലത്തും ഇതുപോലെ പിറ്റ് ഡ്വെല്ലിങ്സ് കണ്ടിട്ടുണ്ട്. ബീഹാറിലെ പട്നയ്ക്ക് നോർത്തായിട്ടുള്ളൊരു സ്ഥലം ചിരന്തിൽ കുറേ ബോൺ ഇംപ്ലിമെൻറ്റ്സ് കണ്ടിട്ടുണ്ട്. പിന്നെ they were made of antlers of deers. ഈ ഡിയറിൻ്റെ കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന എന്തൊക്കെയോ കുറേ ഇംപ്ലിമെൻറ്റ്സ് കണ്ടിട്ടുണ്ട്. പിന്നെ ബ്രഹ്മപുത്ര വാലിയിലെ ഡൂജാലി ഹെയ്ഡിങ് നിയർ ബ്രഹ്മപുത്ര വാലി, അവിടെ മോർട്ടാർ ആൻഡ് പെസിൽസ് വർ ഫൗണ്ട്. അതായത് മോർട്ടാർ ആൻഡ് പെസിൽ എന്ന് പറയുമ്പോൾ ഈ അരയ്ക്കുന്ന സംഗതികൾ ഈ ആ ഒരു എന്താ പറയുക, ഒരു രണ്ട് കല്ലുണ്ടാവില്ലേ, ആ കല്ല് അത് പിടിച്ചിരിക്കുന്നത് ഇവിടെയാണ്, ഡൂജാലി ഹെയ്ഡിങ്. ആ കല്ല് ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺ, ജെയ്ഡൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ വെച്ചാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് വെച്ചാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രോബബ്ലി ബ്രോഡ് ഫ്രം ചൈന. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് സൈറ്റ്സ് അത്രേ ഉള്ളൂ. എത്രത്തോളം ഡീപ്പായിട്ട് അങ്ങനെ ചോദിക്കുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് മെയിനായിട്ടുള്ള സൈറ്റുകൾ ഇതിനകത്ത് കവേർഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ സൗത്ത് ഇന്ത്യയിൽ ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഈ മൈക്രോലിത്ത് കൂടുതലുള്ളത് സൗത്ത് ഇന്ത്യയിലാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അധികം അങ്ങനെ ചോദിച്ച് കേട്ടിട്ടില്ല. ഒരു മെയിനായിട്ടുള്ള കുറച്ച് സൈറ്റുകൾ അറിയണമെങ്കിൽ ഇത് നോക്കിയാൽ മതി.